ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം അവസാനിച്ചിരിക്കുന്നു. ധാതു ഖനനത്തിന് റെയർ എർത്ത് കോറിഡോർ പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിനുള്ള ഒരു പ്രധാന കാര്യം. കേരളത്തിന് പുറമെ തമിഴ്നാട്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിയിൽ ഇടം നേടിയിരിക്കുന്നത്. ആത്മനിർഭർ ഭാരതത്തിന് ഊന്നൽ നൽകിയുള്ള ബജറ്റാണിതെന്ന് ആമുഖ പ്രസംഗത്തിലും നിർമ്മല സീതാരാമൻ പറഞ്ഞിരുന്നു. ഇറക്കുമതി കുറച്ച് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായി കാർഷിക മേഖലയിലും തൊഴിൽ രംഗത്തും കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് ഗുണകരമായി. രാജ്യം 7% വളർച്ചാ നിരക്ക് നിലനിർത്തുന്നുണ്ടെന്നുമൊക്കെ ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ചേർത്ത് വെക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, ചെറിയ നികുതി വെട്ടിപ്പുകൾ, നികുതി ഘടനയിലേക്ക് വരുമ്പോൾ ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് പിഴശിക്ഷ മാത്രം, നികുതി നിയമങ്ങൾ ലഘൂകരിക്കും, ഇതെല്ലാം നികുതിദായകർക്ക് ബൈക്ക് ബാക്ക് പദ്ധതി നടപ്പാക്കും തുടങ്ങി കാര്യങ്ങളും പറയുന്നു. വിദേശത്തേക്ക് പണം അയക്കുന്നതിന് നികുതി കുറയ്ക്കും, ആദായ നികുതി സേവനങ്ങൾ ഒറ്റക്കുടക്കീഴിലാക്കും തുടങ്ങി 1.5 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിന് കാര്യമായി ആശ്വാസം നൽകുന്ന കാര്യമൊന്നുമില്ല. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, കേരളം നിർദ്ദേശിച്ച 41% വിഹിതം, നികുതി വിഹിതം എന്നുള്ളത് 50% ഉയർത്തണം എന്നുള്ളത് കേരളം ആവശ്യപ്പെട്ട, ശുപാർശ ചെയ്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ അത് 50% എന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. അത് 41% വിഹിതമായി സംസ്ഥാനങ്ങൾക്ക് തുടരും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ആകമൊത്തം നോക്കിയാൽ കേരളത്തിന് അത്ര ആശ്വാസകരമായ ബജറ്റൊന്നുമല്ല ഇത്. ചില പ്രഖ്യാപനങ്ങളുണ്ടായി, കാർഷിക മേഖലയെ കാര്യമായി പരിഗണിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, യുവത്വത്തിൽ ഊന്നിയ ബജറ്റാണ് എന്നൊക്കെ നേരത്തെ പറയുകയുമുണ്ടായി. എന്തായാലും ഈ ബജറ്റിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ, നമുക്ക് ഇതിലൊരു അവലോകനം നൽകാൻ നമ്മളുടെ കൂടെയുള്ളത് ന്യൂസ് ഡെസ്കിൽ നിന്നും ലിജോ വർഗീസാണ് ഉള്ളത്. ലിജോ, മുൻ ബജറ്റുകൾക്ക് വിപരീതമായി ഇത്തവണ ബജറ്റ് പ്രസംഗം അത്രയധികം നീണ്ടിട്ടില്ല, 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ 1.5 മണിക്കൂറിലും കേരളം സാഗൂതം വീക്ഷിച്ചതും കേട്ടതുമൊക്കെ നമുക്ക് എന്തുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ കേരളത്തിന് നിരാശ എന്നീ ഘട്ടത്തിൽ പറയാമോ? തീർച്ചയായും കേരളത്തിന് നിരാശ എന്ന് പറയേണ്ട ഒരു ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിൽ എങ്ങനെയാണ് ഫണ്ട് അലോക്കേഷൻ എന്ന സംബന്ധിച്ച കുറെ കൂടി കൃത്യത, അല്ലെങ്കിൽ അത് പൂർണ്ണമായ ബജറ്റ് കണ്ടാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷേ അപ്പോൾ പോലും കേരളത്തിന് നിരാശ എന്ന് പറയാൻ കഴിയുന്ന, കേരളം പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങൾ ബഡ്ജറ്റിൽ വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ അതിവേഗ റെയിൽവേ കോറിഡോർ എന്നത് മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും അതുണ്ട്. അത് ബാംഗ്ലൂർ, ചെന്നൈ, അല്ലെങ്കിൽ ഹൈദരാബാദ്, ബാംഗ്ലൂർ തുടങ്ങി 8 സ്ഥലങ്ങളിൽ പ്രഖ്യാപിച്ചതിൽ തന്നെ അത് ദക്ഷിണേന്ത്യയിൽ ഉണ്ട്. പക്ഷേ അത് കേരളത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. എയിംസ് അടക്കമുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള കേരളത്തിന്റെ ആവശ്യം നടപ്പിലായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ രാവിലെയൊക്കെ സംസാരിച്ചിരുന്നത് പോലെ തന്നെ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതത്തിലെ ശതമാനത്തിൽ വർധനമുണ്ടാക്കണം എന്നുള്ള ആവശ്യം, അത് 41% അത് 41% തന്നെ തുടരും എന്നുള്ള കാര്യം വളരെ കൃത്യമായി ഇന്നിപ്പോൾ 15ാം ധനകാര്യ കമ്മീഷന് ശേഷമുള്ള ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇന്നിപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തു. അതായത് അടുത്ത 5 വർഷത്തേക്കും 41% നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ കേന്ദ്രം നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്കായി നൽകുക. അതായത് കേരളത്തിൽ ഇപ്പോഴുള്ള 1.91 എന്നതിൽ നിന്ന് കൂടുതലായി ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് വ്യക്തമാകുന്ന തരത്തിലാണ് ആ കാര്യമുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ തരത്തിലുള്ള നിരാശ കേരളത്തിനുണ്ടാക്കുന്നുണ്ട്. അതിവേഗ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല, എയിംസ് ഇല്ല, തിരുവനന്തപുരത്തിന് പ്രത്യേക പദ്ധതികൾ ആ തരത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിൽ കേരളം പ്രതീക്ഷിച്ചിരുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇന്നിപ്പോൾ നിർമ്മല സീതാരാമൻ നടത്തിയ ബജറ്റ് പ്രസംഗത്തിൽ അവർ ഊന്നിയത് 3 കർത്തവ്യങ്ങൾ ഊന്നിയാണ് ഈ ബജറ്റ് എന്നുള്ളതാണ്. അത് രാജ്യത്തിന്റെ ആകെയുള്ള സാമ്പത്തിക വളർച്ചയാണ്. രണ്ടാമത്തത്, ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേതായി എല്ലാവരുടെയും വികസനം എന്നതുകൂടി പറഞ്ഞുകൊണ്ടാണ് ഈ നിർമ്മല സീതാരാമൻ ഇന്നത്തെ ബജറ്റ് ഉണ്ടായത്. അതിൽ തന്നെ ഒരു കൂടുതൽ ജെൻസി ആകുന്ന, അല്ലെങ്കിൽ കൂടുതൽ യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ബജറ്റ് എന്ന് അവർ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു. ആ തരത്തിൽ തന്നെയാണ് ഈ ബജറ്റ് ഉണ്ടായിട്ടുള്ളത്. അതിൽ